ഫെലിക്സ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വോട്ട് ചെയ്ത് ഇറങ്ങുന്ന പ്രമുഖർ നിരവധിയുണ്ടല്ലോ. മൊത്തി കണ്ണൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പായം പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന് വോട്ട്. പായം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് സ്കൂളിലാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അദ്ദേഹം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമേതം അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പമുണ്ട്. അങ്ങനെ ഇരുവരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷനായതിനു ശേഷം ആദ്യമാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ സ്കൂളിലേക്ക് രാവിലെ തന്നെ അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും സമാധാനപരമായി കണ്ണൂർ ജില്ലയിലെ മൊത്തം ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ വളരെ സമാധാനപരമായി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ്. രാവിലെ തന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ സ്കൂളിൽ തന്നെ ഈ 14-ാം നമ്പർ വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ തന്നെ വലിയ നീണ്ട നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് രാവിലെ വളരെ വേഗം, അതായത് 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ നീണ്ട ക്യൂ പലയിടങ്ങളിലും, കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും, അതിപ്പോൾ നഗരമേഖലയിൽ മാത്രമല്ല, ഇതിപ്പോൾ ഇരിട്ടിയോടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഗ്രാമീണ മേഖലയിലടക്കം ധാരാളം പേർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു 8:00 തന്നെയാകും വോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ പ്രമുഖർ ധാരാളമുണ്ട് കണ്ണൂർ ജില്ലയിൽ. അവരെല്ലാം തന്നെ രാവിലെ ഒരു 10 മണിക്കുള്ളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലാണുള്ളത്. ഈ ഏറ്റവും സന്തോഷം നൽകുന്നത് ഈ രീതിയിൽ രാവിലെ തന്നെ ആളുകൾ കൂടുതലായി എത്തുന്നു എന്നതാണ്. ഇപ്പോൾ പേരാവൂർ പഞ്ചായത്തിലാണ് ഒരു പ്രശ്നബാധിത ബൂത്താണ്. ആ പ്രശ്നബാധിത ബൂത്തിൽ ഈ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു പരാതി UDFന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അത് വളരെ വേഗം പരിഹരിക്കും എന്നതാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും പൊതുവെ വളരെ സമാധാനപരമായി തന്നെ ജില്ലയിൽ എല്ലായിടത്തും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നതാണ്. ആളുകൾ കൂടുതലായി എത്തുന്നു. ഇപ്പോൾ നമുക്കറിയാം, 1-ാം ഘട്ടത്തിൽ പോളിംഗ് കുറവായിരുന്നു കഴിഞ്ഞ 2020-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥിതി നോക്കുമ്പോൾ രാവിലെ തന്നെ ധാരാളം പേർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു എന്നതാണ്. പ്രമുഖർ ഇപ്പോൾ MP ഗോവിന്ദൻ, അദ്ദേഹത്തിന് വോട്ടില്ല. MP ഗോവിന്ദൻ വോട്ട് ചെയ്യേണ്ടിരുന്ന മൊറാഴ വാർഡിൽ അവിടെ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ബാക്കിയുള്ള നേതാക്കളെല്ലാം, കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ എല്ലാ നേതാക്കളും 10 മണിക്കുള്ളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തും. നേരത്തെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സണ്ണി ജോസഫ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPCC അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു എന്നതാണ്. മാത്രമല്ല, തുടർഭരണം എന്ന് LDF അവകാശപ്പെടുന്നു. UDF ആകട്ടെ ഇത് ഒരു സെമി ഫൈനലായി കണ്ടുകൊണ്ട് അടുത്ത തവണ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം അതാണ് ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ വോട്ടെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലും തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഇപ്പോൾ ഈ സമയം പിന്നിടുമ്പോൾ വലിയ രീതിയിൽ ആളുകൾ കൂടുതലായി, വോട്ടർമാർ ധാരാളമായി ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് എത്രയാണ് ഈ ജില്ലയിൽ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്? അങ്ങനെയുള്ള മേഖലകളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും 1025 ബൂത്തുകളാണ് കണ്ണൂർ ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ ഈ വെബ് കാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഒപ്പം കൂടുതൽ അധിക സേനയും നിയോഗിച്ചിട്ടുണ്ട്.